ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കട്ടിമിഠായി ആണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മേടിച്ച് കഴിക്കത്തില്ലേ കട്ടിമിഠായി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടിമിഠായി ആണ് കേട്ടോ. അതും അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കട്ടിമിഠായി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്, 1/2 കിലോയുടെ ഒരു പാക്കറ്റ്. പിന്നെ ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അമൃതം പൊടിക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ശർക്കരയുടെ അളവ് നമ്മൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ശർക്കരയും കൂടി ഒന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം, മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അമൃതം പൊടി നല്ലപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അമൃതം പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മൊത്തം തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. 1/2 കിലോയുടെ പാക്കറ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വറുക്കാനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയായിരിക്കും നല്ലത്. പക്ഷേ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പം അത്ര വേഗം അടുക്കി പിടിക്കില്ല. അമൃതം പൊടിയിൽ ഒരുപാട് കടലയും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ചേരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല സാധനമാണ് കേട്ടോ. ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് അമൃതം പൊടി. അംഗൻവാടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. ആ അമൃതം പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, എന്താണെങ്കിലും കുഴപ്പമില്ല, നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ അമൃതം പൊടി ഞാനൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈവച്ച് തൊട്ട് നോക്കുമ്പം അമൃതം പൊടിക്ക് നല്ല ചൂടുണ്ടാവണം, ഒരു തരിതരിപ്പും ഫീൽ ചെയ്യണം കേട്ടോ. ആ പരുവത്തിന് നമ്മളിത് വാങ്ങി വെക്കണം. ഇനി നമുക്ക് ശർക്കര ഉണ്ടാക്കാം. അപ്പോൾ വറുത്തെടുത്ത അമൃതം പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ചൂട് തട്ടിയിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ ശർക്കരയും ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് പാനിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള 200 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആവരുത് കേട്ടോ, നമുക്ക് ആ മിഠായി കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നല്ലപോലെ മെൽറ്റായി വരട്ടെ കേട്ടോ. ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഓയിൽ തടകി വെക്കണം കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ശർക്കരപ്പാനി ആകാൻ പാകത്തിന് വേഗം തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ അമൃതം പൊടി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റിക്കി ആയിട്ടുള്ള ഈ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ. നിങ്ങൾക്കിതിപ്പോൾ തന്നെ കൈവച്ച് ചൂടോടെ തന്നെ ചെറിയ ബോൾസാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു തവി വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ചൂടിനെ തന്നെ ടൈറ്റ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചൂടിന് തന്നെ ഇങ്ങനെ ചെയ്യുകയും ചെയ്യണം. ബോൾസ് ആക്കുവാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബോൾസായിട്ടും കിട്ടില്ല. അപ്പോൾ പകുതി അമൃതം പൊടി എടുത്ത് ഞാനിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ അടയാളം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ അടപ്പ് വെച്ചിട്ട് എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കട്ടിമിഠായിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്താം. അതേസമയം തന്നെ മറ്റേ ഇതും ബോൾസാക്കി എടുക്കുകയും ചെയ്യാം.
നമുക്കിനി പതുക്കെ പതുക്കെ ആ ഷേപ്പ് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള പീസൊക്കെ വരുന്നത് നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, കണ്ടാൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ടിമിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കട്ടിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമൃതം പൊടി വെച്ച് ചെയ്താന്ന് ആരും പറയേയില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടിയും ശർക്കരയും മാത്രം മതിയല്ലോ, വേറെ ഒരു സാധനവും നമുക്കിതിലേക്ക് വേണ്ട. ഇനി ബാക്കിയുള്ള ഇത് നമുക്ക് ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം എന്താ ഇവിടെ ബോൾസ് ആക്കി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ടിമിഠായും റെഡി ആയിട്ടുണ്ട്. നോക്കി നല്ല പെർഫെക്റ്റായിട്ട്. അമൃതം പൊടിയൊക്കെ നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയാണ് എല്ലാവരും, കന്നുകാലികൾക്കൊക്കെ കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്